അഭിലാഷേട്ടൻ വള്ളം പണിയുന്ന സ്ഥലമാണിത്. നമസ്കാരം. പുതിയ വള്ളം പണിയൊക്കെ എങ്ങനെ പോകുന്നു? ഇപ്പോൾ വെച്ച് കണ്ടില്ലേ, പുതിയ വർക്ക് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുതിയതുകൊണ്ടൊരു പഴയതുമുണ്ട്. പഴയതിപ്പോൾ റിപ്പയർ, പുതിയതിപ്പോൾ ഇടപരുവമായി. അതിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നു. 3 കഴിഞ്ഞ ശേഷം ഇവിടെ വന്ന് ഇങ്ങനെ 10 മിനിറ്റ് ഇരിക്കും, കാറ്റൊക്കെ ഉണ്ട്. പുതിയ കുറേ വള്ളങ്ങൾ ഇറങ്ങുന്നുണ്ടല്ലേ? നമ്മളിവിടെ നാട്ടിൽ ഇറങ്ങും. ഉണ്ട്. ഇപ്പം മേപ്പാടം പകുതി മുക്കാലുമായി. ഇപ്പം പായിപ്പാടം ഇറങ്ങി. കുഴപ്പമില്ല, നല്ല വെള്ളമാണ്. ഇപ്പം അതിന് നല്ല PVC കഴിഞ്ഞ് നല്ല റിസൾട്ട് കിട്ടി, കുഴപ്പമില്ല. അഭിലാഷേട്ടാ, ഒരുപാട് പുതിയ വള്ളങ്ങൾ വരുന്നുണ്ടെന്ന് പറയും. അപ്പോൾ ഈ വള്ളങ്ങളിലെല്ലാം തുഴച്ചിക്കാർ വേണം. നമ്മൾ സാധാരണ ഒരു ടീം സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പരിചയസമ്പന്നരായ കുറച്ച് തുഴച്ചിക്കാരുടെ ഒരു ടീമാണ്. അവരിൽ നിന്ന് സെലക്ട് ചെയ്താണ് നമ്മളൊരു ടീം സെലക്ട് ചെയ്തെടുക്കുന്നത്. അതല്ലാതെ ഇപ്പോൾ ഈ പുതിയ വള്ളങ്ങൾക്കെല്ലാം പുതിയതായിട്ട് തുഴച്ചിക്കാർ വേണ്ടി വരുമല്ലോ. അപ്പോൾ ഈ പുതിയ തുഴച്ചിക്കാർക്ക് പരിശീലനം ലഭിക്കുന്ന എവിടെയെങ്കിലും ഉണ്ടോ? നിരണത്തുകാരൻ തന്നെ ചോദിക്കണം. 12-ാം തീയതി നിരണം ബോട്ട് ക്ലബിൻ്റെ സെലക്ഷൻ അല്ലേ? അത് ശരിയാ. ഈ 12-ാം തീയതിക്ക് മുമ്പ് നിരണം ബോട്ട് ക്ലബ്ബിൽ അംഗമാകാൻ താല്പര്യമുള്ള 18-നും 30-നും വയസ്സിനിടയിൽ പ്രായമുള്ള യുവാക്കൾ നിരണം ബോട്ട് ക്ലബിൻ്റെ കമ്മിറ്റിക്കാരുമായി ബന്ധപ്പെടുക. ഇത് നല്ലൊരു അവസരമാണ്. പരിചയസമ്പന്നനായ തുഴച്ചിക്കാർ മാത്രമല്ല, തുഴച്ചിൽ അറിയാത്തവരെ അവർ തുഴച്ചിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം പുതിയതായിട്ട് വരുന്നവർക്ക് നല്ലൊരു അവസരമാണ് തുഴച്ചിൽ പഠിക്കാനായിട്ട്. എല്ലാവരും അത് വിനിയോഗിക്കുക. അഭിലാഷേട്ടാ, ഇപ്പോൾ ചെറുവള്ളങ്ങളാണ് പണിയുന്നതെന്ന് പറയാം. അപ്പോൾ ചെറുവള്ളങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? ഇപ്പോൾ ഞാനിപ്പോൾ പൊന്നാനിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വള്ളം പണിത്. പൊന്നാനിപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ 2 വള്ളം പൊന്നാനി പണിതുകൊണ്ടിരിക്കുന്നത്. ഒരു പുതിയതും ഒരു റിപ്പയറും ഉണ്ട്. അപ്പോൾ അവിടെ 21 പേരുടെ കളിയാണ്. അപ്പോൾ 21 പേര്, അതൊക്കെ കൂടുതൽ കെട്ടാണ്, കെട്ടോടിയാണ്. നമ്മുടെ അടുത്ത് കൂടെ തറവള്ളമല്ല പകുതി. ഇപ്പം നമ്മളിപ്പോൾ കുറച്ച് തറയും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ മാക്സിമം കെട്ട് കുറയ്ക്കാനുള്ള പരിപാടി. എന്നാലും കെട്ട് കാണിക്കല്ല, കളിപ്പിക്കത്തില്ല. അവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ അടുത്ത് കൂട്ടല്ല, കെട്ടോടിയാണ്. അപ്പോൾ അത് 30 വർഷം മുന്നേ, ഏകദേശം 30-35 വർഷം മുന്നേ എൻ്റെ വല്യപ്പൻ ഗോവൽനാശ്ശേരി അവിടെ ഒരു വള്ളം വാട്ടർ ജെറ്റ് എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ വെല്ലിച്ചം പണിതിട്ടുണ്ട്. വെല്ലിച്ചം പണിത് പകുതി പൂർത്തീകരിച്ചില്ല, പകുതി വെച്ച് നിന്ന് പോയ വർക്ക്. അതിനുശേഷം പേരപ്പനായിരുന്നു, മണിക്കൊമ്പൻ എന്ന് പറഞ്ഞു. അത് 20 വർഷം മുമ്പാണ്. അതിനുശേഷം ഞാൻ കാൽക്കുതിരയാണ് ഞാൻ പിന്നെ അവിടെ പുത്തനായിട്ട് വെക്കുന്നത്. അമ്പലപ്പുറമാണ് അവിടെ വെച്ച് ആദ്യം പണിത്. അവിടെ വെച്ചൊരു വർക്ക് ചെയ്ത് അമ്പലപ്പുറമാണ്. അപ്പോൾ കാൽക്കുതിര പണിതുണ്ട്. ഇപ്പം വാട്ടർ ജെറ്റ് ഉപ്പാപ്പൻ സ്ഥാപനാരാണ്, ഉപ്പാപ്പൻ പണിതായിരുന്നു. അപ്പോൾ ആ വർഷം തന്നെ ആയിരുന്നു ഒന്ന് കെട്ടുമ്പം പണിയുന്നത് പേരപ്പൻ. അവരും പണിതിട്ടുണ്ട്, ഞാനും ഉണ്ട്. ഇപ്പോൾ വെപ്പുവെള്ളം ഇപ്പോൾ എനിക്ക് വെപ്പുവെള്ളമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഓതറ കെട്ട് കയറാനുള്ള പരിപാടിയാണ്. ചുണ്ടൻ വള്ളങ്ങളുടെ മെയിൻ്റനൻസ് വർക്ക് ചെയ്യാറില്ലേ? മെയിൻ്റനൻസ് ഉണ്ടായിരുന്നു, ചെറിയ ചെറിയ വർക്കുകളാണ്. ഇപ്പം നരണത്തിനുണ്ട്, അത് കഴിഞ്ഞു. ഇപ്പോൾ ഇത് കാട്ടിത്തൊക്കെ വെള്ളത്തിനുണ്ട്, ശരം വർക്കുണ്ട്. അത് തുടങ്ങാനുള്ള പരിപാടിയാണ്. ഇപ്പം നെയ്ത് വെച്ചിട്ടിരിക്കുക. അപ്പോൾ അതിന് ശേഷം തുടങ്ങും.